നമസ്കാരം. യു കെയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് റെഡ് ഫോർട്ട് അല്ലേ? റെഡ് ഫോർട്ട്. ഇപ്പോൾ ഞാൻ ദ എൽംസ് ഹോട്ടലിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് മലയാളികൾക്ക് അഭിമാനിക്കാനുള്ള കാര്യമുണ്ട്. പ്രവീണും ഡെൽസിയും ഓൺ ചെയ്യുന്ന ഹോട്ടലാണിത്. ഇന്നലെ രാത്രി വന്നതാണ്. സുന്ദരമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി ഉറങ്ങി. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് വെറുതെ ഒരു വീഡിയോ ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ഇന്നലെ മദേഴ്സ് ചാരിറ്റിയുടെ 12ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് തൂവൽ സ്പർശം എന്ന പരിപാടിയുമായിട്ടാണ് വന്നത്. നമ്മൾ വന്നത് മാൻസ്ഫീൽഡ് അല്ലേ? മാൻസ്ഫീൽഡിൽ. ഓക്കെ, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ലിസ് ചേച്ചിയുണ്ട്, ജോർജ് എടുത്തുണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു വലിയ സംഘം തന്നെയുണ്ട്. അപ്പോൾ തൂവൽ സ്പർശത്തിൻ്റെ പരിപാടി അതിമനോഹരമായിരുന്നു. 12 വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളെ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ച്, ഞാൻ ഇന്നലെ പറഞ്ഞത് തൂവൽ സ്പർശമല്ല, യഥാർത്ഥത്തിൽ ഹൃദയസ്പർശമാണ്. അത്രമാത്രം സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ച് ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് മദേഴ്സ് ചാരിറ്റി. അതിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്നലെ ഞാനിവിടെ വന്നത്. 12ാം വാർഷിക പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തു. ഇവിടെ ഇന്ന് മദേഴ്സ് ഡേ സെലിബ്രേഷനാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടുത്തെ ഡേ എന്ന് പറയുന്നത് മാർച്ച് 15-ാം തീയതി ആണ് മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ? ഇത് മാർച്ചിലെ സെക്കൻഡ് സൺഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഞാൻ ലിസി ചേച്ചിയെക്കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മദേഴ്സ് ചാരിറ്റി എന്ന് പറയുന്ന ഓർഗനൈസേഷനെ പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പണ്ട് ഈ ശ്രീരാമകൃഷ്ണ പരമഹംസർ ശാരദാദേവിയെ കല്യാണം കഴിച്ച സമയത്ത് ഒരു കഥയുണ്ട് കേട്ടോ. അപ്പോൾ ശാരദാദേവി കടന്നു വരുന്ന സമയത്ത് പരമഹംസർ ചോദിച്ചു, നിനക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാവണോ അതോ ലോകത്തിലെ മുഴുവൻ കുട്ടികളുടെ അമ്മയാവണോ എന്ന് ചോദിച്ചു. ഇവർ അൺഎഡ്യൂക്കേറ്റഡ് ആണ്. അവർ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കുട്ടിയുടെ അമ്മയായാൽ മതി എന്ന് പറഞ്ഞു. പരമഹംസർ ഇറങ്ങിപ്പോയി. പിന്നെ 40 വർഷം കഴിഞ്ഞതിന് ശേഷം പരസ്പരം കാണുന്നത്. അപ്പോൾ ആരോ വന്ന് പറഞ്ഞു, ഒരു സ്ത്രീ പുറത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശാരദയായിരിക്കണം, വരാൻ പറയൂ എന്ന് പറഞ്ഞു. ശാരദ അപ്പോഴത്തേക്ക് ഇതൊക്കെ മനസ്സിലാക്കി. ശാരദ പറഞ്ഞു, എനിക്ക് ലോകത്തിലെ മുഴുവൻ കുട്ടികളുടെ അമ്മയാവണം എന്ന് പറഞ്ഞു. വരാം എന്ന് പറഞ്ഞു. ഇങ്ങനെ കഥയുണ്ട്. ഞാൻ പറയുന്നത് മദേഴ്സ് ചാരിറ്റി എന്ന് പറയുന്ന സംഘടന, അല്ലെങ്കിൽ നിങ്ങളൊക്കെ തന്നെ ഒരാളുടെ അമ്മയല്ല, ലോകത്തിലെ മുഴുവൻ കുട്ടികളുടെ അമ്മയാണ് അല്ലേ? ആ ലോകത്തിലെ മുഴുവൻ എത്രയോ ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടന. അതാണ് ഞാൻ പറയുന്നത്. സ്വന്തം വീട്ടിലെ കാര്യമല്ല നോക്കുന്നത്. അവിടെ നിസ്വാർത്ഥമായിട്ട് സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന, സ്നേഹം ചൊരിഞ്ഞു കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതാണ് അതിൻ്റെ പവിത്രത എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 12ാം വാർഷികത്തിന് തൂവൽ സ്പർശത്തിൻ്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചതിൽ സന്തോഷം. ഇവരെല്ലാം ഇതിൻ്റെ കൂടെ ചാരിറ്റി എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക് മനസ്സിൽ വെച്ച് എത്രയോ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഈ സുന്ദരമായിട്ടുള്ള ഈ ഒരു റോസ് കളർ, ഒരു പിങ്ക് കളറിലുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് പ്രവീൺ, കൺഗ്രാജുലേഷൻസ്. ഇന്ന് മദേഴ്സ് ഡേയുടെ ഭാഗമായിട്ട് ഡെൻസിക്ക് കൺഗ്രാജുലേഷൻസ്. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ കാണണം കേട്ടോ, നമ്മുടെ DACയിൽ വരണം. അപ്പോൾ ഇന്ന് ഇവിടെ വരാനും ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. UK യിലുള്ള എല്ലാവർക്കും മദേഴ്സ് ഡേ വിഷസ്. താങ്ക് യു സോ മച്ച്.